കോൺഗ്രസ്സുകാരുടെ പിന്തുണയുണ്ട്. എൻ്റെ കൂടെ നടക്കുന്നത് മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി മുഴുവൻ കോൺഗ്രസ്സുകാരല്ലാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പഴയ മുന്നണി പോരാളികളാണ് എൻ്റെ കൂടെയുള്ളത്. നൂറുകണക്കിന് കേസുകളും അതോടൊപ്പം തന്നെ നൂറുകണക്കിന് അടികൊണ്ടവരും ഒക്കെയുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ്. അതല്ലാതെ മറ്റൊരു പാർട്ടിയിലുള്ളവരും എൻ്റെ കൂടെ നടക്കുന്നില്ല. തീർച്ചയായും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അഴിമതിരഹിത വികസന പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യത്തെ പുതുതായി രൂപം കൊണ്ട കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യത്തെ 5 വർഷം ഞങ്ങൾ രൂപീകരിച്ച പദ്ധതികൾ നിർവഹിച്ചതല്ലാതെ പുതുതായി ഒരു പദ്ധതികൾ പോലും രൂപീകരിക്കാൻ ബന്ധപ്പെട്ട നമ്മുടെ മുൻ മേയർമാർക്ക് സാധിച്ചിട്ടില്ല. അത് അമൃത് പദ്ധതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പദ്ധതികളിൽ അപ്പുറത്തേക്കോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതോ പരിപൂർണമായി നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അഴിമതി നിറഞ്ഞതായ ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും കണ്ടത്. അതോടൊപ്പം തന്നെ പദ്ധതി പണം പോലും പരിപൂർണമായി നടപ്പാക്കാൻ സാധിക്കാത്തൊരവസ്ഥ. ഞങ്ങളത് പറയുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമാണ്, മറ്റു രീതിയിലൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് ചർച്ചകളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. പക്ഷെ എന്തു തന്നെയായാലും ഒരു ഭരണാധികാരികൾ എങ്ങനെയാണ് ഒരു കോർപ്പറേഷൻ ഭരിക്കേണ്ടത് എന്ന് വിസ്മരിച്ചു പോയ 5 വർഷമാണ് കഴിഞ്ഞ 5 വർഷം കടന്നു പോയത് എന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല. ആ സംഭവങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിന് തൊട്ടടുത്ത് എൻ്റെ പുറകിൽ വലിയ കുളമാണ്. ആ കുളത്തിന് 1.5 കോടി രൂപ ഞാൻ ഉൾപ്പെടെ ഇവിടുത്തെ കൗൺസിൽ ഉൾപ്പെടെ നിർദ്ദേശിച്ചു. വന്ന് പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പക്ഷേ ബന്ധപ്പെട്ട അന്നത്തെ മേയറും അതിൻ്റെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ വന്ന് അങ്ങനെ ഒരു കുളമില്ല എന്ന് റിപ്പോർട്ട് എഴുതി തിരിച്ചു പോയ അനുഭവം പോലും ഈ പ്രദേശത്ത് ഈ അമ്പല മൈതാനത്തുണ്ട്. അപ്പോൾ തികച്ചും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ ഏകാധിപത്യം നിറഞ്ഞ ഒരു ഭരണ സംവിധാനമായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിനൊരു മാറ്റം വേണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് കണ്ണൂരിനെ മാറ്റിയെടുക്കുക എന്നതാണ് നമ്മുടെ മുന്നണിയുടെ ഏകമായ ലക്ഷ്യം. കഴിഞ്ഞ 5 വർഷത്തിനപ്പുറം 2015 സമാനമായ അവസ്ഥ വന്നു. PK രാഗേഷ് സ്വന്തം നിലക്ക് നിന്നു, കൂടുതൽ സീറ്റുകൾ കിട്ടി, CPM-നൊപ്പം ചേർന്ന് ഡെപ്യൂട്ടി മേയറായി. അങ്ങനെ ഒരു സംഗതിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണോ ഇക്കുറിയും ലക്ഷ്യം? ഒരിക്കലുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2015 ഞങ്ങൾ ഇതുപോലെ തന്നെ അന്ന് വെറും 3-4 സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു നമ്മൾ മത്സരിച്ചത്. ഞാൻ ജയിച്ചു വന്നു. ബാക്കി എൻ്റെ കൂടെയുള്ള 2 പേർ 2ാം സ്ഥാനത്തേക്ക് എത്തി. പക്ഷേ 27 എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും വലിയ എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു സത്യം അന്നവിടെ വന്നു. സത്യമേവ ജയതേ. അതുപോലെ തന്നെ ഞാൻ നിശ്ചയിക്കുന്നിടത്ത് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, അതനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ മേയർക്ക് ഞാൻ വോട്ട് ചെയ്തത് കണ്ണൂരിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ നേതാക്കന്മാർ എന്നെ വെല്ലുവിളിച്ചു. രാഗേഷിൻ്റെ വോട്ടില്ലാതെയും ഇവിടെ കണ്ണൂർ ഞങ്ങൾ ഭരിക്കുമെന്ന് അന്നത്തെ നേതാക്കന്മാർ വെല്ലുവിളിച്ചു. അതിൻ്റെ പ്രതിഷേധ വോട്ടാണ് ഞാൻ ആദ്യമായി മേയർക്ക് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തില്ല. ഞാൻ മാറി നിന്നപ്പോൾ UDF-ന്റെ C. സമീർ ആണ് വിജയിച്ചത്. പിന്നീട് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ UDF-നൊപ്പമാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ടി.ഒ. മോൻ ഉൾപ്പെടെ ഇന്നത്തെ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ എല്ലാവരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ആയത്. വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം കണ്ണൂരിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു നമ്മുടെ നയം. പക്ഷേ അതാകെ താളം തെറ്റിച്ചത് 2 മുന്നണികളുമാണ്, അല്ലാതെ ഞാനല്ല. ഇത്തവണ കോൺഗ്രസുമായി ഒരു ചർച്ചയൊന്നും നടന്നിരുന്നില്ലേ? ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നെ ഇപ്പോൾ പുറത്താക്കി 3 വർഷം തികയുകയാണ്. 3 വർഷത്തിനിടയിൽ ഒരു ചർച്ചയുമില്ല. പക്ഷെ ബന്ധപ്പെട്ട സീനിയർ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ എന്നോട് യാതൊരു വിധത്തിലുള്ള മറ്റ് ഒരു വിദ്വേഷമോ മറ്റൊന്നുമില്ല. പക്ഷേ കണ്ണൂരിലെ ചില കോക്കസുകൾ ഒരു കാരണവശാലും PK രാഗേഷിനെ ഇതിൻ്റെ 4 അയൽപക്കത്ത് അടുപ്പിക്കാതിരുന്നാൽ മാത്രമേ അവരുടേതായ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഒരിക്കലും അല്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2015 സാഹചര്യം വീണ്ടും വന്നാൽ PK രാഗേഷിനൊപ്പം കുറേയധികം മെമ്പർമാരെയും കിട്ടി. ഭരണം ആര് ഭരിക്കണമെന്ന ഒരു ക്രൂഷ്യൽ പോയിന്റായി PK രാഗേഷ് വന്നാൽ ആരുടെ കൂടെ നിൽക്കും? ഞങ്ങൾ പ്രത്യേകിച്ച് ആരുടെ കൂടെയുമില്ല. നമ്മൾ ജനങ്ങളോടൊപ്പം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. അല്ല, ആരെങ്കിലും ഒരാൾ അത് ചിലപ്പോൾ ആരെയും കൂടെ നിൽക്കാതെ നമ്മൾ സ്വതന്ത്രമായി മാറി നിൽക്കും. ഞങ്ങൾ പറയുന്നത് അതോടൊപ്പം ഞങ്ങൾ ഒരുപാട് വിഷൻ 2030 എന്ന് പറയുന്ന ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ആരാണ് പിന്തുണക്കുന്നത് അവരോടൊപ്പം നിൽക്കും. അതല്ലാതെ ഒരാളെയും പ്രത്യേകിച്ച് പിന്തുണക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല. രാഗേഷിന്റെ കാര്യം സംസാരിക്കുന്നത് K. സുധാകരനെ KPCC ഏൽപ്പിക്കുകയും കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിക്കുകയും സുധാകരൻ രാഗേഷിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നുവോ അത് പാർട്ടി അംഗീകരിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു.
കെ സുധാകരനാണോ രാകേഷ് പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചത്? അത് എനിക്കറിയില്ല, അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. എന്നോട് ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇപ്പം ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ വരെ എൻ്റെ വാർഡിലെ, അതായത് ഞാൻ കൗൺസിലറായ വാർഡിലെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ എപ്പോഴും വീട്ടിൽ പോയി കാണാറുണ്ട്. ആ പ്രദേശത്തെ വികസനങ്ങളുമായി സംസാരിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിന് തൊട്ടടുത്ത് 5 സെൻറ്റ് ഭൂമി, അതായത് വൃദ്ധ വിശ്രമ മന്ദിരത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതിന് നമ്മുടെ മുൻ മേയർ ഉൾപ്പെടെ അതിന് തുരങ്കം വെച്ചപ്പോൾ ഇത്തരമൊരു പദ്ധതി തുരങ്കം വെക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരാണ് എന്ന ആ നഗ്നമായ സത്യം പോലും പറയുകയും അദ്ദേഹം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് അവിടെ 5 സെൻറ്റ് സ്ഥലം അവസാനത്തെ കൗൺസിൽ നമുക്ക് പാസ്സാക്കി നമുക്ക് ആ 35-ാം വാർഡിലേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചത്. അല്ല, പക്ഷേ പി കെ രാഗേഷ് ഇല്ലാതെ കോൺഗ്രസ് തോൽക്കുമെങ്കിൽ ആ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്ന നിലപാടാണ് കെ സുധാകരൻ എടുത്തത് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരിക്കലും അതിന് സാധ്യതയില്ല. അതോടൊപ്പം നിൽക്കുന്ന ചിലരെടുത്തിട്ടുണ്ടാവും, ഞങ്ങളിത് ജയിപ്പിച്ചു കൊടുക്കും, രാകേഷ് ഇല്ലെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം എന്ന രീതിയിലുള്ള മറ്റു ചിലർ സംസാരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. മറ്റുള്ള ചിലർ അത് ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് കാണാം. അത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇന്നലെ ഇവിടെ പല ഭാഗങ്ങളിലുമായി അവർ പ്രസംഗിക്കുന്നത് തൊട്ടും 150 വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൂടെ നടക്കുന്നവരും അവരുടെ കുടുംബങ്ങളും മാത്രം വോട്ട് ചെയ്താൽ മാത്രം 150 വോട്ടായി. അപ്പോൾ ഇവർ എവിടെയാണ്? അവർ ഈ ഭൂമി ലോകത്ത് തന്നെയാണോ അവർ ജീവിക്കുന്നത്, അല്ല വിസ്മയ ലോകത്താണെന്ന സംശയം. എന്ന് വെച്ചാൽ പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പിന് ഇതുപോലെയാണ് പറഞ്ഞത്. പള്ളിക്കുന്ന് ബാങ്ക് ഞങ്ങളുണ്ടെങ്കിൽ പിടിച്ചിരിക്കുമെന്നാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ ഉറപ്പ് കൊടുത്തത്. പക്ഷേ വോട്ട് പൊട്ടിച്ചപ്പോൾ 150 വോട്ട് അവർക്ക് ആകെ കിട്ടിയത്, ഞങ്ങൾക്ക് 1300 വോട്ടും. അപ്പോൾ അതേ സ്ഥിതി തന്നെ ഇവിടെ ഈ പറയുന്ന 2025 ഡിസംബർ 13 അത് വീണ്ടും കാണാൻ പോവുകയാണ്. പള്ളിക്കുന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടാണല്ലോ കോൺഗ്രസിൽ നിന്ന് പുറത്താകാനുള്ള ഒരിക്കലുമല്ല. അന്നെന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്ഥാനത്ത് നിന്നാണ് എന്നെ ആദ്യമായി മാറ്റിയത്. അതോടനുബന്ധിച്ച പല പ്രശ്നങ്ങളുണ്ട്. അത് ചിലരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. പയ്യാമ്പലം ശ്മശാനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി എന്നെ പാർട്ടിയിൽ നിന്ന് ഒരു അനഭിമതനായി എന്നെ മാറ്റി നിർത്തപ്പെടുന്നത്. പയ്യാമ്പലം ശ്മശാനം ഞാനത് ഏറ്റെടുത്തു, പള്ളിക്കുന്ന് പഞ്ചായത്തിൻ്റേതാക്കി മാറ്റി. അത് പഞ്ചായത്തിൻ്റേതാക്കി മാറ്റിയെടുത്തപ്പോൾ അതിനകത്തുള്ള 150ഓളം ശവകുടീരങ്ങൾ പിഴുതെടുത്തു, വലിയ കുഴി കുത്തി അതിനകത്തേക്ക് ഇട്ടു. അത് ഭൂമാഫിയക്ക് മറിച്ചു വിൽക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ നിന്നു എന്നതാണ് ഞാൻ ആദ്യമായി ഇവരുടെ അനഭിമതനാകാനുള്ള ആദ്യത്തെ കാരണം. കെ സുധാകരന് ശേഷം പി കെ രാഗേഷ് എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു. ആരാണ് പി കെ രാഗേഷിനെ ആ വഴിയിൽ വെട്ടി വീഴ്ത്തിയത്? ഞാൻ ഒരിക്കലും ആരാണ് എന്ന് പറയുന്നില്ല. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. സത്യമേവ ജയതേ, അത് എപ്പോഴും തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, തെരഞ്ഞെടുപ്പിന് വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയല്ല. പാർട്ടിക്കകത്തും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സന്ദർഭത്തിൽ പറയാം. ജനങ്ങളും വോട്ടുമായി ഇതുമായി ഒരു ബന്ധമില്ല. അത് രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങൾ. ഇത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് ജനവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. അവരിലുള്ള ഒരു വിശ്വാസമാണ് എന്നെ മത്സരിക്കാൻ ഉൾപ്പെടെ പ്രേരിപ്പിക്കുന്നത്. ഇക്കുറി എത്ര സീറ്റ് നേടും? ഞങ്ങൾ എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു നിർണായക ശക്തിയായി മാറും. 5-ന് മേലെ സീറ്റ് നമുക്ക് എന്ത് തന്നെയാലും ഉണ്ടാവും എന്നാണ് നമ്മളെ പ്രതീക്ഷ. കോൺഗ്രസിന്റെയും പിന്തുണയുണ്ടോ? കോൺഗ്രസുകാരുടെ പിന്തുണയുണ്ടോ? എൻ്റെ കൂടെ നടക്കുന്നത് മുഴുവൻ ഈ പ്രദേശത്തെ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ബൂത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് സെക്രട്ടറി മുഴുവൻ കോൺഗ്രസ്സുകാരല്ലാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. അതായത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പഴയ മുന്നണി പോരാളികളാണ് എൻ്റെ കൂടെയുള്ളത്. 100 കണക്കിന് കേസുകളും അതോടൊപ്പം തന്നെ 100 കണക്കിന് അടികൊണ്ടവരും ഒക്കെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ്. അതല്ലാതെ മറ്റൊരു പാർട്ടിയിലുള്ളവരും എൻ്റെ കൂടെ നടക്കുന്നില്ല. എല്ലാവർക്കും ഒരേ വികാരമാണ്. കോൺഗ്രസ് ഞങ്ങളെ നിരന്തരമായി വഞ്ചിക്കുന്നു. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകന്മാരെയും ആത്മാർത്ഥതയുള്ളവരെയും ഈ പാർട്ടി നേതൃത്വത്തിന് ആവശ്യമില്ല എന്നതാണ് ഇവർ കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒരു വിമത ശബ്ദമാണ് ഉയരുന്നത്. അത്രയും അത് ശരിയാണ് എന്ന് കോൺഗ്രസ്സുകാരനെതിരെ തോന്നുന്നു? ഒരിക്കലുമില്ല. അതായത് കോൺഗ്രസിനെതിരല്ല നമ്മുടെ ശബ്ദം, കോൺഗ്രസിന് വേണ്ടിയാണ് നമ്മുടെ ശബ്ദം. കോൺഗ്രസ് റിവൈവ് ചെയ്തെടുക്കണം. ഈ പറയുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് കോൺഗ്രസിന് ഒരു മോചനം ഉണ്ടാവണം. ഇവിടെ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ ഏത് ഭാഗത്ത് പോയാലും ഇതാണ് അവസ്ഥ. എന്തിന്? കണ്ണൂർ ജില്ലയിൽ നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു പാർട്ടിയായി ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരിവിടെ കണ്ണൂരിലും പ്രത്യേകിച്ച് 56-ാം ഡിവിഷനിലും എല്ലാ നേതാക്കന്മാരും ഇപ്പം വീട് കയറി ഇറങ്ങുന്നതാണ്. അതായത് കേരളത്തിലെ KPCC മുതൽ DCC മുതൽ എല്ലാ നേതാക്കന്മാരും എൻ്റെ വാർഡിൽ വന്ന് വീട് ഇവർക്ക് 2 ആഴ്ച മുമ്പ് ഈ പറയുന്ന ആന്തൂരും അതുപോലെ തന്നെ കണ്ണപുരത്തൊക്കെ പോയി അവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്മാരെ കണ്ടെത്തി നോമിനേഷൻ കൊടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു വലിയൊരു പാപഭാരത്തിൽ നിന്ന് അവർക്ക് മോശം കിട്ടുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു റിസൾട്ട് ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവും. സുധാകരേട്ട ഇത്തവണ ഇത് പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യാൻ നേരിട്ട് വിളിച്ചിരുന്നോ? ഇല്ല, ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നുവരെ എന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ചർച്ച നടത്തില്ല. പക്ഷേ അദ്ദേഹവുമായി അധിക സമയത്തും ബന്ധപ്പെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കും. ഒന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ തീരുമായിരുന്നോ? അപ്പോൾ അങ്ങനെ ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ അറിവോടെയാണ് എന്നെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്താണ് എന്നെ തിരിച്ചെടുക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്.
എന്നെ പുറത്താക്കിയതിൻ്റെ തൊട്ടടുത്ത ആഴ്ച KPC പ്രസിഡന്റ് എന്നുള്ള KPCCയുടെ അഡ്വോക്കറ്റ് കമ്മിറ്റി അതിൻ്റെ സെല്ലിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കും KPC പ്രസിഡന്റിനും ഞാൻ അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുന്ന അദ്ദേഹം ഏതോ ഒരു ചാനലിൽ പറയുന്നത് കേട്ടു അദ്ദേഹം ഇതുവരെ അപേക്ഷ തരാത്തതുകൊണ്ട്. അല്ല, അത് തികച്ചും തെറ്റാണ്. ഞാൻ അദ്ദേഹത്തിന് അപ്പീൽ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രിയാണ് നമ്മുടെ ഈ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ, അദ്ദേഹത്തിന് ഉൾപ്പെടെ ഞാൻ അപേക്ഷ വിളിച്ച് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വിളിച്ച് കൂടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം. എന്തായാലും ഈ വെയിലത്തെ ഈ കൂടെ ഒരു തണലാണ്. ഈ തണലിന് കീഴിലേക്ക് വോട്ടർമാരും വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് 13-ാം തീയതി വരെ കാത്തിരിക്കാം. അല്ല, ഈ നിറങ്ങൾ പോലെ തെരഞ്ഞെടുപ്പ് ഫലം നിറമുള്ളതാവും. ഒരു സംശയം വേണ്ട, ഇതിനേക്കാൾ നിറമുള്ളതാവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.